ആ നടയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ ഇപ്പുറത്ത് ഒരു സ്ഥാനം കാണാം. അവിടെ ഇതുപോലെ ഒരു ബാബർ നട എന്ന് പറഞ്ഞൊരു നട വന്നിരിക്കുകയാണ്. ആ നടയിൽ വലിയ ഭണ്ഡാരമൊക്കെ വെച്ചിട്ട് ഭസ്മമൊക്കെ വെച്ചിട്ട് ചില ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു അത്ഭുതമുള്ളത്, ശബരിമലയിൽ ബാക്കി എല്ലാ ഭണ്ഡാരത്തിലെയും വരവ് ദേവസ്വം ബോർഡിനാണ്. പക്ഷെ ഈ ബാവർ നട എന്ന് പറയുന്ന സ്ഥലത്തെ ഭണ്ഡാര വരവ് ദേവസ്വം ബോർഡിനല്ല, അത് വേറെ ചില ആളുകൾക്കാണ്. അപ്പൊ ഇത് ബാബുരൻ പിന്നീട് ബാവറായതുപോലെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഗൂഢോദ്ദേശം ഇതിന് പുറകിലുണ്ട് എന്നുള്ളതിന് ഇപ്പൊ തെളിവൊന്നുമില്ല. കാരണം അത് ആ നിലയിലുള്ള ചില ആശങ്കകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്താനൊന്നും ഇപ്പോഴുള്ള തെളിവോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വന്ന ആളുകളുടെ ഒരു നിക്ഷിപ്ത താല്പര്യമാണ് ഇതിന് പുറകിൽ എന്ന് മാത്രമേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കൂ. നേരത്തെയും ചില ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ മാമാനികുന്ന് ദേവീക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ്. ആ ദേവീക്ഷേത്രത്തിനടുത്ത് ഒരു മഖമുണ്ട്. അപ്പോൾ നിലാമുറ്റം എന്നാണ് അതിന്റെ പേര്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യാപകമായ ഒരു പ്രചരണം നടക്കുകയാണ്. അതായത് മാമാനികുന്ന് ക്ഷേത്രത്തിൽ വന്നാൽ അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ നിലാമുറ്റം മക്കാമിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊരു പ്രചരണം, വളരെ വ്യാപകമായ ഒരു പ്രചരണമുണ്ട്. ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവിടെ വരും, പിന്നെ അവിടെയും പോയി പ്രാർത്ഥിക്കുമെന്നൊരു സ്ഥിതി ഉണ്ടായി. പിന്നീട് അവിടുത്തെ ദേവസ്വം ബോർഡിന് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥനെ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മളവിടെ പോയാൽ കേൾക്കും. മാമാനികുന്ന് ദേവീക്ഷേത്രത്തിൽ വന്ന ഇവരുടെ പ്രാർത്ഥിച്ചു പോയി കൊണ്ടു, അല്ലാതെ അപ്പുറത്ത് പോയി മക്കാമിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയാൻ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡ് വെച്ചു. അപ്പൊ ഇതുപോലുള്ള ചില പ്രചരണങ്ങൾ ബോധപൂർവമായോ അല്ലാതെയോ നടക്കുന്നത് പ്രധാന ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അത്തരം എന്തെങ്കിലും കാര്യമാണോ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിനി ഇപ്പം തെളിവുകളൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആശങ്ക വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്വദേശമല്ലെന്നുള്ളത് കൊണ്ടാണ് ആശങ്ക വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിൽ ദേവസ്വവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ടപ്പോൾ ഞങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വരണം എന്ന് ചിന്തിച്ചു. ആരൊക്കെയാണ് അവിടുത്തെ ചിട്ടകൾ നടത്തേണ്ട, ആചാരങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി അവിടെ രേഖകളൊക്കെ ഉണ്ട്, കൃത്യമായ രേഖകളുണ്ട്. കൊട്ടിയൂരിലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പൗരാണികമായ കാര്യങ്ങളാണ്, ചിട്ടയായ കാര്യങ്ങളാണ്, വളരെ നല്ല രീതിയിൽ നടക്കുന്ന ആചാരങ്ങളാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഈ ആചാരത്തിൽ ഇതുവരെ പറയാത്തൊരു കാര്യം ഉണ്ട് എന്ന് അവകാശപ്പെട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം അസ്വസ്ഥമാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യം.